ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണപരമായിട്ട് എന്തെല്ലാം സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ വേണം എന്നാണ്. മക്കളെ, നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനായാലും വലുതായാലും ചെറുതായാലും ഏതൊരു ഓർഗനൈസേഷനായാലും അവിടെ അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ആര് വേണം? ഒരു അക്കൗണ്ടൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ ചെറിയ ഓർഗനൈസേഷൻ ആയാൽ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ വലിയ ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂട്ടത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി ഉണ്ടാവും, ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ടാവും. അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ സെക്ഷനായിരിക്കും. അതായത് അക്കൗണ്ടിങ് കാര്യങ്ങളായിട്ടുള്ള ജേർണൽ ചെയ്യുന്നതും ലെഡ്ജർ ആയാലും ജേർണലും ലെഡ്ജറും ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നതായാലും ട്രയൽ ബാലൻസും ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായാലും അതിനോടനുബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന റേഷ്യോ അനാലിസിസും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതെല്ലാം ഇല്ലേ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അങ്ങനെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷന് എന്തെല്ലാം ക്വാളിറ്റീസാണ് വേണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കിട്ടിയോ? എന്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു ഓർഗനൈസേഷനിൽ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സെക്ഷൻ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ എന്തെല്ലാം ക്വാളിറ്റീസാണ് വേണ്ടതെന്നുള്ളത്. ആ ടോപ്പിക് ഒന്നും കൂടി നോക്കിയേ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷന്, അക്കൗണ്ടിങ് വിവരങ്ങൾക്ക് അതിൻ്റെ എല്ലാം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തെല്ലാം ഗുണപരമായിട്ടുള്ള സവിശേഷതകളാണ് വേണ്ടത്, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. സോ in order to assess whether accounting information is useful, it must possess the characteristics of reliability, relevance, understandability and comparability. In order to assess whether accounting information is useful, ഒരു അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണോ എന്ന് അസസ് ചെയ്യാൻ, വിലയിരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് പോസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷന് 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. കിട്ടിയോ? ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് മിസ് പറയുന്നുള്ളൂ. നോക്കി ഒന്നും കൂടി. In order to assess whether accounting information is useful, it must possess the characteristics of reliability, relevance, understandability and comparability. ഇതൊരു അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെന്ന് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് ഇൻഫർമേഷന് 4 ക്വാളിറ്റീസാണ് ഉണ്ടാവേണ്ടത്, 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 4 ഫീച്ചേഴ്സാണ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെയാണ്? റിലയബിലിറ്റി വേണം, റെലവൻസ് വേണം, അണ്ടർസ്റ്റാൻഡബിലിറ്റി വേണം, ദെൻ കമ്പയറബിലിറ്റി വേണം. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഇല്ല ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഏതൊക്കെയായിരുന്നു? 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഒന്നും കൂടെ നോക്കിയാൽ മക്കളെ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഒരു അക്കൗണ്ടിങ് വിവരങ്ങൾക്ക് വേണ്ട ഗുണപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ ഏതൊക്കെയാണ്? 4 പോയിൻ്റാണ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഫസ്റ്റ് വൺ റിലയബിലിറ്റി. എന്താ മക്കളെ ഇതിൻ്റെ മീനിങ്? മക്കളെ അതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ്ങും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടി എളുപ്പമാവും. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? റിലയബിലിറ്റി വിശ്വസനീയത അല്ലെങ്കിൽ വിശ്വാസ്യത. നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അത് വിശ്വാസം വരണം, അതാണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. വിശ്വസനീയതയാണ് അല്ലെങ്കിൽ വിശ്വാസ്യത. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ? റെലവൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം. ഓക്കെ, മിസ് ടൈപ്പ് ചെയ്തപ്പോൾ പ്രാക്ക് ദീർഘം ഇട്ടിട്ടില്ല, പ്രാധാന്യം. റെലവൻസ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആദ്യം റിലയബിലിറ്റി, വിശ്വസനീയത വേണം. ദെൻ രണ്ടാമത്തത് റെലവൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി വേണം അല്ലെങ്കിൽ പ്രാധാന്യം വേണം. ദെൻ തേർഡ് പോയിന്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി, കറക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രാഹ്യശേഷി, വ്യക്തത ആണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ദ ലാസ്റ്റ് വൺ കമ്പയറബിലിറ്റി, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. മലയാളത്തിൽ എന്താ? താരതമ്യക്ഷമത. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഒരു അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണപരമായിട്ടുള്ള സവിശേഷതകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയായിരുന്നു? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ?
അത് വിശ്വസനീയത, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. വിശ്വാസ്യത ഉണ്ടാവണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തുണ്ടാവണം? വിശ്വാസ്യത ഉണ്ടാവണം. ദെൻ റെലവൻസ്, അതിന് എന്തുണ്ടാവണം? പ്രസക്തി, പ്രാധാന്യം ഉണ്ടാവണം. ദെൻ തേർഡ് വൺ എന്താ? അക്കൗണ്ടിങ് ഇൻഫർമേഷന്, ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനുകൾക്ക് എന്തുണ്ടാവണം? അണ്ടർസ്റ്റാൻഡബിലിറ്റി, അല്ലെ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതിന് വ്യക്തത ഉണ്ടായിരിക്കണം. നാലാമത്തേത് എന്താ? അത് കമ്പയറബിലിറ്റി, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമ്പയർ ചെയ്യാൻ പറ്റണം. താരതമ്യക്ഷമത അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റണം. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ മലയാളം മീനിങ് പറഞ്ഞു വിശ്വസനീയത. അക്കൗണ്ടിങ് ഇൻഫർമേഷന് വിശ്വസനീയത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. യൂസേഴ്സിന് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം, വിശ്വസിക്കാൻ പറ്റണം. പിന്നെ എന്താ പറയുന്നത്? ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എറേഴ്സോ ബയാസോ ഉണ്ടാവരുത്. മൂന്നാമത്തെ എന്താ പറയുന്നത്? മസ്റ്റ് ബി ക്രെഡിബിൾ ആൻഡ് വെരിഫിബിൾ. നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ക്രെഡിബിൾ ആയിരിക്കണം, വെരിഫിബിൾ ആയിരിക്കണം. ഒന്നും കൂടി നോക്കിയാൽ മക്കളെ, നമ്മൾ പറയുന്ന റിലയബിലിറ്റി, ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ് റിലയബിലിറ്റി, വിശ്വസനീയത. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. യൂസേഴ്സിന് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അതിൽ എറേഴ്സോ ബയാസോ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ക്രെഡിബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ക്രെഡിബിൾ ആൻഡ് വെരിഫിബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ക്രെഡിബിൾ ആയിരിക്കണം, വെരിഫിബിൾ ആയിരിക്കണം. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയാം കേട്ടോ. മക്കളെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഗുണപരമായിട്ടുള്ള പ്രത്യേകതകൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് റിലയബിലിറ്റി, വിശ്വസനീയത, വിശ്വാസ്യത വേണമെന്ന് പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷന്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് മീനിങ്ങുകൾ കറക്റ്റ് നോക്കാം. മക്കളപ്പം നോക്കിയേ. ഫസ്റ്റ് മീനിങ് എറർ. എന്താ എറർ എന്ന് പറഞ്ഞാൽ? തെറ്റ്, മിസ്റ്റേക്ക്, തെറ്റ് നമുക്കറിയാം അല്ലേ? എറർ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ള ടേമാണ്. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എറർ ഉണ്ടാവാൻ പാടില്ല. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അക്കൗണ്ടൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എറർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. പിന്നെന്താ ഒരു മീനിങ് നോക്കിയാൽ, അടുത്ത ടേം നോക്കിയാൽ ബയാസ്. ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിജുഡൈസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഒരിക്കലും ബയാസ് ആവരുത്, അക്കൗണ്ടൻ്റ് ഒരിക്കലും ബയാസ് ആവരുത് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷപാതം കാണിക്കരുത്, അല്ലെങ്കിൽ മുൻവിധി കാണിക്കരുത്, ഒന്നിനോടും ചായ്വ് കാണിക്കരുത്. അതായത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകണം. ഇപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് റെഡിയാക്കുന്നതിന് മുമ്പേ തന്നെ അക്കൗണ്ടൻറ്റ് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ വർഷം 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം, അത് കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് ആ രീതിയിൽ ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. സോ ഒരിക്കലും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബയാസ് ആവരുത്, പ്രിജുഡൈസ് ആവരുത്, മുൻവിധി ആവരുത്, ഒന്നിനോടും ചായ്വ് കാണിക്കരുത്, പക്ഷപാതം കാണിക്കരുത്. ബയാസ് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എറേഴ്സ് പാടില്ല, ബയാസ് പാടില്ല. മൂന്നാമത്തെ ടേം നോക്കിയേ, ന്യൂട്രൽ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ന്യൂട്രൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വാട്ട്സ് മീനിങ് ഓഫ് ന്യൂട്രൽ? ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പക്ഷമായിരിക്കണം, വശം പിടിക്കാത്ത. നമുക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ ബയാസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ന്യൂട്രൽ എന്ന് പറയാം. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം, അത് ഇംപാർഷ്യൽ ആയിരിക്കണം, പാർഷ്യാലിറ്റി കാണിക്കരുത്, നിഷ്പക്ഷമായിരിക്കണം, കറക്റ്റായിട്ട് ചെയ്യണം. അതാണ് ടേം എന്താ? ന്യൂട്രൽ. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ന്യൂട്രൽ ആയിരിക്കണം. കിട്ടിയോ? ദെൻ നാലാമത്തെ ടേം നോക്കിയാൽ മക്കളെ, ക്രെഡിബിൾ. ക്രെഡിബിലിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിലീവബിൾ, വിശ്വാസയോഗ്യമായിരിക്കണം. നമ്മുടെ റിലയബിലിറ്റി, റിലയബിളിൻ്റെ തന്നെ വേറൊരു മീനിങ് ആണ് ക്രെഡിബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ക്രെഡിബിൾ, അത് ബിലീവബിൾ ആയിരിക്കണം, നമുക്ക് വിശ്വാസയോഗ്യമായിരിക്കണം. ഓക്കെ, നമുക്ക് അത്രയും കിട്ടിയോ? 4 പോയിന്റുകൾ കിട്ടിയോ എന്ന് നോക്കി. ഒന്നും കൂടി. ഒന്നാമത്തത് എറർ. ഇനി നമ്മൾ ആ സെൻറ്റൻസിലേക്ക്, പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഈ മീനിങ്ങുകൾ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. എറർ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ്, മിസ്റ്റേക്ക്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഒരിക്കലും എറർ പാടില്ല. ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിജുഡൈസ്, ഇല്ലേ, പക്ഷപാതം കാണിക്കുക, മുൻവിധി, ചായ്വ്, നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ തെറ്റിച്ചൊക്കെ ചെയ്യുക. അതിനാണ് ബയാസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഒരിക്കലും എന്തും പാടില്ല, ബയാസും പാടില്ല. മൂന്നാമത്തെ ടേം എന്താ നമ്മൾ പറയുന്നത്? ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇംപാർഷ്യൽ, ഇല്ലേ, പാർഷ്യാലിറ്റി ഇല്ല, നമുക്ക് നിഷ്പക്ഷമായിട്ട്, ആരുടെയും വശം പിടിക്കാതെ, ഒന്നും നോക്കാണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ന്യൂട്രൽ. നാലാമത്തെ ടേം എന്താണ്? ക്രെഡിബിൾ. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിലീവബിൾ, വിശ്വാസയോഗ്യമായിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും ക്രെഡിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസയോഗ്യമായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് നോക്കാം. വെരിഫബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി വെരിഫബിൾ. വെരിഫബിളിൻ്റെ മലയാളം മീനിങ് നോക്കിയ മക്കളെ, ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ പറ്റണം. നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? മാനേജ്മെൻറ്റും ഓണേഴ്സും ഗവൺമെൻറ്റും കസ്റ്റമേഴ്സും എംപ്ലോയീസ്, ബാങ്ക്, മീഡിയ. നമ്മൾ പഠിച്ചായിരുന്നില്ലേ? ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന പോയിൻ്റാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി വെരിഫബിൾ.
ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയാണ് വെരിഫിബിൾ ആണെന്ന് പറയാൻ പറ്റുന്നതെന്ന് താഴത്തെ മക്കളെ ജസ്റ്റ് മീനിങ് ഒന്ന് നോക്കിയേ. The accounting information is said to have verifiability if such information can be verified from source documents such as cash receipt, purchase bill, sales bill, agreement, etc. The accounting information is said to have verifiability. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് വെരിഫിബിലിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി വെരിഫൈഡ് ഫ്രം സോഴ്സ് ഡോക്യുമെൻറ്റ്. നമുക്കതിന് സോഴ്സ് ഡോക്യുമെൻറ്റ് വേണം, അതായത് ക്യാഷ് റെസിപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് എവിടെന്നെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ക്യാഷ് റെസിപ്റ്റ് എഴുതുന്നതും ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് വൗച്ചറുകൾ എഴുതുന്നതും പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ബില്ല് മേടിക്കുന്നതും സെയിൽസ് നടക്കുമ്പോൾ സെയിൽസ് ബില്ല് നമ്മൾ റെഡിയാക്കി വെക്കുന്നതും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എഗ്രിമെൻറ്റുകളും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിന് നമുക്ക് സോഴ്സ് ഡോക്യുമെൻറ്റ് വേണം, ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ നമ്മൾ എഴുതി ഒരു എംപ്ലോയീസിന് സാലറി 4 ലക്ഷം രൂപ കൊടുത്തു എന്ന് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഇൻകം ടാക്സുകാരോ ആരെങ്കിലും ചെക്കിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ടാക്സുകാരോ ചോദിക്കുക സാലറി 4 ലക്ഷം കൊടുത്തു എന്നുള്ളതിന് എന്താ സോഴ്സ് ഡോക്യുമെൻ്റ് ഉള്ളത്, എന്താ നിങ്ങൾക്ക് അതിന് തെളിവുള്ളതെന്ന് ചോദിച്ചാൽ എന്താ? എംപ്ലോയീസ് സാലറി മേടിച്ചതിൻ്റെ റെസിപ്റ്റ്. സാലറി മേടിക്കുമ്പോൾ അവർ നമുക്ക് വൗച്ചർ സൈൻ ചെയ്ത് തരും, അത് നമുക്ക് കാണിക്കാൻ പറ്റും. പർച്ചേസ് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, പർച്ചേസ് അത്രയും നടന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പർച്ചേസ് ബില്ലെടുത്ത് കാണിക്കാം. സെയിൽസ് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, സെയിൽസ് അത്രയും നടന്നെന്ന് ചോദിച്ചാൽ നമുക്ക് സെയിൽസ് ബില്ലെടുത്ത് കാണിക്കാം. അതായത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എന്ത് കാര്യം, ഇത്ര അസറ്റ് ഉണ്ട്, ഇത്ര ബാങ്കിൽ നിന്ന് ഇത്ര ലോൺ എടുത്ത്, അങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു തെളിവുണ്ടെങ്കിൽ, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് വെരിഫിബിൾ. കിട്ടിയോ? ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ കഴിയണം. ആരും നമ്മളോട് ചോദിച്ചാലും വെരിഫിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നമുക്കതിന് പ്രൂഫായിട്ട് ഡോക്യുമെൻ്റ് കാണിക്കാൻ പറ്റണം. ഓക്കെ, ഒന്നും കൂടി. The accounting information is said to have verifiability if such information can be verified from source documents such as cash receipt, purchase bill, sales bill, agreement, etc. അപ്പോൾ വെരിഫിബിൾ എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ പറ്റണം. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും ക്രെഡിബിളും ആയിരിക്കണം, വെരിഫിബിളും ആയിരിക്കണം. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസയോഗ്യമായിരിക്കണം. വെരിഫിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും നമ്മുടെ അടുത്ത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് കറക്റ്റ് സോഴ്സ് ഡോക്യുമെൻറ്റ് വേണം, പ്രൂഫ് വേണം എടുത്ത് കാണിക്കാൻ. അതിനാണ് നമ്മൾ വെരിഫിബിൾ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. റിലയബിലിറ്റി, വിശ്വസനീയത. ഒരു അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഫസ്റ്റ് വേണ്ട ക്വാളിറ്റിയാണ് എന്ത്? റിലയബിലിറ്റി. അത് വിശ്വസനീയമായിരിക്കണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയ മക്കളെ. റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. ഇല്ല, യൂസേഴ്സിന് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിലയബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ 2 കാര്യങ്ങൾ പാടില്ല. ഏതൊക്കെയാ? എറേഴ്സിന് മിസ് പറയേണ്ടല്ലോ. എന്താ എറർ എന്നല്ലേ? മിസ്റ്റേക്ക് പാടില്ല, തെറ്റ് പാടില്ല. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പിന്നെ എന്ത് പാടില്ല? ബയാസ്. ഇല്ലേ? ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രിജുഡൈസ്, ഇല്ലേ? ഒരു മുൻവിധിയോ പക്ഷാപാതമോ ഒന്നും കാണിക്കരുത്. സോ റിലയബിൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ 2 കാര്യങ്ങൾ പാടില്ല. എന്തൊക്കെ? എറേഴ്സും ബയാസും പാടില്ല. പിന്നെന്താ പറയുന്നത്? ടു എൻഷുർ റിലയബിലിറ്റി ദ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് മസ്റ്റ് ബി ക്രെഡിബിൾ ആൻഡ് വെരിഫിബിൾ. ടു എൻഷുർ റിലയബിലിറ്റി, വിശ്വാസയോഗ്യത നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ, ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ദ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് മസ്റ്റ് ബി, നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ഡിസ്ക്ലോസ്. എന്താ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ? വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ പറയുന്നത് എന്തായിരിക്കണം? മസ്റ്റ് ബി ക്രെഡിബിൾ ആയിരിക്കണം, വെരിഫിബിൾ ആയിരിക്കണം. എന്താ ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ബിലീവബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. വെരിഫിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി പറയണ്ടല്ലോ. എന്താ വെരിഫിബിൾ എന്ന് പറഞ്ഞാൽ? ശരിയാണോ എന്ന് പരിശോധിച്ച് കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് വേണം. കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് റിലയബിലിറ്റി, വിശ്വാസയോഗ്യത. ഒന്നുകൂടി മിസ് വേഗം വായിക്കാം. റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. എന്താ പറയുന്നത്? ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. യൂസേഴ്സിന് ആ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം, അവർക്കതിനെ വിശ്വസിക്കാൻ പറ്റണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിലയബിൾ. അത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് വരുമ്പോൾ എന്താ പറയേണ്ടത്? റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. റിലയബിൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അതിനകത്ത് മിസ്റ്റേക്കുകളോ മുൻവിധികളോ ഒന്നും പാടില്ല അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ. ടു എൻഷുർ റിലയബിലിറ്റി ദി ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് മസ്റ്റ് ബി ക്രെഡിബിൾ ആൻഡ് വെരിഫിബിൾ.
റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ ഉറപ്പാക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ഡിസ്ക്ലോസ് ചെയ്യണം, എന്തായിരിക്കണം കറക്റ്റായിട്ട് പറയേണ്ടത്, അത് ക്രെഡിബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം, വെരിഫിബിൾ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോഴ്സ് ഡോക്യുമെൻറ്റ്, പർച്ചേസ് നടക്കുന്നതിന് പർച്ചേസ് ബില്ലും സെയിൽസ് നടക്കുന്നതിന് സെയിൽസ് ബില്ലും അവിടെ നടക്കുന്ന കോൺട്രാക്റ്റുകൾക്ക് എഗ്രിമെൻറ്റും ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും എല്ലാം വൗച്ചറുകളും എല്ലാം എഴുതി നമ്മുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ ഒരു ഓർഗനൈസേഷനിലെ അക്കൗണ്ട് സെക്ഷനിൽ അതിനെല്ലാം പ്രൂഫായിട്ട് സോഴ്സ് ഡോക്യുമെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെരിഫിബിൾ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് റെലവൻസ്. എന്താ റെലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം. ഫസ്റ്റ് വൺ നോക്കിയാൽ മക്കളെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കറക്റ്റ് സമയത്ത് തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഏകദേശം മക്കൾ നോക്കിയപ്പോൾ നമ്മൾ കാലാവസ്ഥ പ്രവചിക്കുന്നതിന് മഴ വരും അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരും എന്നുള്ളത് ഒരു കറക്റ്റ് സമയത്ത് പറയണം. മഴ വന്നതിന് ശേഷം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സുനാമി വരുമെന്നോ ഭൂകമ്പം വരുമെന്നോ എർത്ത് വരുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞാൽ മാത്രമേ അതുകൊണ്ടുള്ള ആ ഒരു നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിമഡീസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേസിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം ഇല്ലേ. നമ്മൾ മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനായാലും അവർ ഇൻകം ടാക്സിൻ്റെ കാര്യമായാലൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാറ്റാസ് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവർ ബാങ്ക് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡാറ്റ കൊടുക്കാൻ പറ്റണം. അതല്ലാണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ബാങ്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡാറ്റ കൊടുക്കാനില്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ബാങ്കിൽ കൊണ്ടുവന്ന് ഡാറ്റയെ കാണിച്ചിട്ട് ഇപ്പോൾ ലോൺ കിട്ടണമെന്നില്ല. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ കേസിൽ നമ്മൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് കറക്റ്റായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. അവൈലബിൾ ഇൻ ടൈം, ആ കറക്റ്റ് സമയത്ത് തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ റെഡിയാക്കണം. രണ്ടാമത്തെ പോയിന്റ് റെലവൻറ്റ്. അത് റെലവൻസ് വേണമെന്ന് പറഞ്ഞാൽ പ്രാധാന്യം വേണം, പ്രസക്തി വേണമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഇല്ല, പ്രഡിക്ഷൻ. എന്താ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചർ കാര്യങ്ങൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റ് ഇവൻറ്റ്സ് ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മതിയോ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കും. അപ്പോൾ സെക്കൻഡ് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെലവൻ്റ് ആണെങ്കിൽ എന്തായിരിക്കണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, മാനേജ്മെൻറ്റോ ഓണേഴ്സോ ഗവൺമെൻറ്റോ ബാങ്കോ മീഡിയ ആരും ആയിക്കോട്ടെ, അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ രണ്ട് രീതിയിൽ സഹായിക്കണം. എന്തിനേക്കാണ്, ഫോർ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സ് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്, മുൻകൂട്ടി കാണാനായിട്ട്. ഓക്കെ, ഒരു 5-6 വർഷമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അപ്പോൾ അടുത്ത വർഷം ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവരെ സഹായിക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്, കഴിഞ്ഞ പാസ്റ്റ് ഇവൻറ്റ്സ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാൽ മനസ്സിലാവണം. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് പറയണം, മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അതിലെന്താ പറയുന്നത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഹെൽപ്ഫുൾ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പാസ്റ്റ് ഇവൻറ്റ്സ്. ഇല്ലേ, നമുക്ക് അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റ് ഇവൻറ്റ്സും മനസ്സിലാവണം. അതുപോലെ തന്നെ ആൻഡ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അത് ഉപയോഗിക്കുന്നത് ആരായാലും നമുക്ക് മാനേജ്മെൻറ്റിന് തന്നെ എടുക്കാം. ഒരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ തന്നെ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടി, ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കിട്ടി, ഒരു ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ പാസ്റ്റ് ഇവൻറ്റ്സ് ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ ഈ വർഷം 5 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷം 4 ലക്ഷം രൂപയാണ്, അതിന് മുന്നത്തെ വർഷം 8 ലക്ഷം രൂപ ഉണ്ടാകുന്ന വിചാരിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് തീരുമാനിക്കാം, അതിപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, കഴിഞ്ഞതിനെ പറ്റി ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രഡിക്ഷൻ, നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാം. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്സ് ഇൻ രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്, പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ എങ്ങനെയാണ് പറയുന്നത്, ഫോർ പാസ്റ്റ് ഇവൻറ്റ്സിൻ്റെ കഴിഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്, അവിടെ പ്രഡിക്ഷനും നടക്കണം. മക്കളെ, അപ്പോൾ എനിക്ക് ഇത്രയേ പറയുന്നുള്ളൂ. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം. എന്തൊക്കെയാണ്, അത് റെലവൻ്റ് ആവണമെങ്കിൽ അവിടെ അത് യൂസ് ചെയ്യുന്ന ആൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റണം. പ്രഡിക്ഷൻ്റെ മീനിങ് അറിയാമല്ലോ, ഫ്യൂച്ചർ കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രഡിക്റ്റ് ചെയ്യാനും പറ്റണം, അതിൽ ഫീഡ്ബാക്ക് കിട്ടണം, ഇതുവരെ നടന്ന കാര്യങ്ങളുടെ ഫീഡ്ബാക്കും കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ടേമിലേക്ക് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ,
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. അത് ഉപയോഗിക്കുന്നവരുടെ തീരുമാനങ്ങളെ ഇത് എന്ത് ചെയ്യണം? സ്വാധീനിക്കണം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ, അവർ ബാലൻസ് ഷീറ്റ് നോക്കി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കി ഒരു നല്ല ഓർഗനൈസേഷനാണ്, അവർ നമുക്ക് ലോൺ തരുന്നു. ഇപ്പോൾ സെയിൽ ടാക്സിൻകാരാണെങ്കിൽ അവർ എന്ത് ചെയ്യും? നമ്മുടെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കും. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ കൊടുത്താൽ അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇത്രയും 3 കാര്യങ്ങളാണ് റെലവൻസിൽ പറയുന്നത്. അപ്പോൾ റെലവൻസിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. റെലവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കറക്റ്റ് സമയത്ത് കൊടുത്താൽ മാത്രമേ അതിന് പ്രസക്തി ഉണ്ടെന്ന്, പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെന്താ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്പ് ദ യൂസേഴ്സ് ഫോർ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അവർക്ക് പ്രഡിക്ഷന് വേണ്ടിയിട്ട്, അല്ല ഫ്യൂച്ചർ ഇവൻറ്റ്സ് തീരുമാനിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ സഹായിക്കണം. എന്നാൽ മാത്രമേ അതിന് റെലവൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയുന്നത്? മസ്റ്റ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. യൂസേഴ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെലവൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. മക്കൾ ഇത്രയും ഓർത്താൽ മതി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെലവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാധാന്യമുണ്ട്. പ്രസക്തി എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കറക്റ്റ് സമയത്ത് കിട്ടണം. അത്രയും ഓർത്താൽ മതി. പിന്നെ അതെന്താ പറയുന്നത്? അത് യൂസേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനും അവർക്ക് ഫീഡ്ബാക്കിനും സഹായിക്കണം. അതുപോലെ തന്നെ അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. തേർഡ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. എന്താ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കാൻ പറ്റണം, ഇല്ലേ? വ്യക്തത വേണം, കൃത്യത വേണം, അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ മക്കളെ, എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നോക്കിയേ. മസ്റ്റ് ബി ഇൻ്റർപ്രറ്റഡ് ബൈ ദ റിസീവർ ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ഇൻ വിച്ച് ദ സെൻഡർ ഹാസ് സെൻഡ്. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഇൻ്റർപ്രറ്റഡ് ബൈ ദ റിസീവർ ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ഇൻ വിച്ച് ദ സെൻഡർ ഹാസ് സെൻഡ്. എന്ന് പറഞ്ഞാൽ എന്താ? സെൻഡർ ആ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം റിസീവറും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ആ പറഞ്ഞ സെൻറ്റൻസ് മിസ് ഒരു നോട്ടായിട്ട് താഴെ കൊടുത്തേക്കുന്നത്, ഏറ്റവും താഴെ കൊടുത്തേക്കുന്നത് നോക്കിയേ. ഇൻ അതർ വേർഡ്സ്, ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് മീൻ ദ സെയിം തിങ് ആസ് വാസ് മെൻറ്റ് ബൈ ദ സെൻഡർ. ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് മീൻ ദ സെയിം തിങ് ആസ് വാസ് മെൻറ്റ് ബൈ സെൻഡർ. സെൻഡർ എന്താണോ ഉദ്ദേശിക്കുന്നത്, സെൻഡർ എന്താണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ റിസീവറും അത് മനസ്സിലാക്കണം. ഇല്ല, ഇപ്പോൾ നമുക്കറിയാം ഒരു കാര്യം നമ്മളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ വേറൊരാളോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പലതായി പോകാറുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെഡിയാക്കുമ്പോൾ ഒരു ട്രയൽ ബാലൻസോ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ അതുപോലെ ഗ്രാഫുകളോ അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസോ ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന എന്ത് കാര്യമായാലും, സോ ഇവിടെ സെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടൻറ്റിനെയാണ്. അത് റിസീവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസാണ്. അപ്പോൾ ഒരു സെൻഡർ റെഡിയാക്കുന്ന കാര്യം ഒരു റിസീവറിലേക്ക് എത്തുമ്പോൾ സെയിം മീനിങ്ങിലായിരിക്കണം. അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, ആ യൂസേഴ്സിന് ആ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഒരു അക്കൗണ്ടൻറ്റ് റെഡിയാക്കുന്ന കാര്യങ്ങൾ, ഒരു സെൻഡർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ടൻറ്റ് റെഡിയാക്കുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരുമായിക്കോട്ടെ, അത് മാനേജ്മെൻറ്റോ ഓണേഴ്സോ ഗവൺമെൻറ്റോ കസ്റ്റമേഴ്സോ എംപ്ലോയീസോ ബാങ്കോ ആരുമായിക്കോട്ടെ, റിസീവർ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അപ്പോൾ മക്കൾ ആ ഫസ്റ്റ് സെൻറ്റൻസിന് പകരം മിസ് നോട്ടെന്ന് പറഞ്ഞു കൊടുത്ത സെൻറ്റൻസ് പഠിച്ചാലും മതി. നോക്കിയേ എന്താ പറയുന്നത്? ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് മീൻ ദ സെയിം തിങ് ആസ് വാസ് മെൻറ്റ് ബൈ ദി സെൻഡർ. സെൻഡർ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം തന്നെ ആയിരിക്കണം റിസീവറും മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം? അവിടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെന്ന് പറയാം. പിന്നെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മേക്സ് ഇറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇല്ലേ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആർക്കും എന്താവണം? അത് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മക്കൾ ആലോചിച്ച് ഒരു കാര്യം അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മനസ്സിലാവണം. അതായത് സെൻഡർ നമ്മളോട് എന്താണ് പറയുന്നത് അത് തന്നെയായിരിക്കണം റിസീവർക്കും മനസ്സിലാവുന്നത്. ഇവിടെ നമ്മുടെ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ എന്താ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെഡിയാക്കുന്ന സെൻഡർ ആരാണ്? അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റ് റെഡിയാക്കുന്ന കാര്യങ്ങൾ യൂസേഴ്സ് ആയിട്ടുള്ള നമ്മളിലേക്ക് എത്തുമ്പോൾ, യൂസേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് നമ്മളിലേക്ക് എത്തുമ്പോൾ സെയിം മീനിങ് തന്നെയായിരിക്കണം നമ്മളും മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് പറയണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിരിക്കണം. അത്രയേ ഉള്ളൂ.
അപ്പോൾ നോക്കിയ മക്കളെ, അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് ഇല്ലേ, ആ നോട്ടായിട്ട് കൊടുത്തേക്കുന്ന സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. എന്താ അണ്ടർസ്റ്റാൻഡബിലിറ്റി? മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിൽ വ്യക്തത വേണമെന്ന് പറഞ്ഞാൽ എന്താ? The receiver of information should mean the same thing as was meant by the sender. The receiver of information should mean the same thing as was meant by the sender. സെൻഡർ എന്താണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം റിസീവറും കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? അണ്ടർസ്റ്റാൻഡബിലിറ്റി. കൂടുതൽ പറയണ്ടല്ലോ ഇനി അത്. ദ ലാസ്റ്റ് പോയിന്റ്, കമ്പയറബിലിറ്റി. എന്താ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ? താരതമ്യക്ഷമത, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റണം. മക്കൾ, മിസ് ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനും ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുട്ബോളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഫുട്ബോളിൻ്റെ ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാ സ്കൂൾ, അതായത് നമ്മുടെ സ്കൂളിൽ 2 ബാച്ച് ഉണ്ട്, കൊമേഴ്സും ഉണ്ട് ബയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ കൊമേഴ്സിലെ കുട്ടികളും ബയോയിലെ കുട്ടികളും കൂടിയാണ് ഫുട്ബോൾ കളിക്കുന്നതെങ്കിൽ, നമ്മുടെ സെയിം സ്കൂളിനകത്ത് തന്നെയാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ ഇൻട്രാ INTRA ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയും. ഇനി നമ്മുടെ സ്കൂളും കോലഞ്ചേരിയിലെ കുട്ടികളുമായിട്ടാണ് നമ്മൾ ഫുട്ബോൾ കോമ്പറ്റീഷൻ നടക്കുന്നത്, നമ്മളതിനെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയും. കിട്ടിയോ? അത് ഇൻ്റർ ആൻഡ് ഇൻട്രാ കിട്ടിയോ? ഓരോ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നതെങ്കിൽ നടക്കുന്നതെങ്കിൽ നമുക്കതിനെ ഇൻട്രാ, അല്ല ഒരു സ്കൂളിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ നമുക്കതിനെ ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയാം. 2 സ്കൂളുകൾ തമ്മിലാണ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ ഇൻ്റർ സ്കൂൾ എന്നും പറയാം. കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് പോകാം. കമ്പയറബിലിറ്റി. നോക്കിയേ, എന്താ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റണം. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ് and should be able to compare the accounting information of an enterprise from one period to another, that is intra-firm comparison. നമുക്ക് ഒന്നും കൂടി നോക്കാം. സോ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ റെഡിയാക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പല നമ്മൾ റേഷ്യോ അനാലിസിസുകൾ നടത്തുന്നുണ്ട്, നമ്മൾ അതുപോലെ തന്നെ ഗ്രാഫുകൾ റെഡിയാക്കുന്നുണ്ട്, ബഡ്ജറ്ററി കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എന്ന് മെയിൻലി പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. സോ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ്. ഇപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകളും നമുക്ക് വേറെ ഒരു ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ആ കമ്പാരിസൺ നമ്മൾ എന്താ പറയുന്നത്? ഇൻ്റർഫേം കമ്പാരിസൺ. ഇപ്പോൾ എൻ്റെ രേഖാസ് ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ ഇപ്പോൾ കല്യാൺ ടെക്സ്റ്റൈൽസും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അതിനെ ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനകത്തെ റിപ്പോർട്ടുകളും അക്കൗണ്ടിങ് റിപ്പോർട്ടുകളും നമുക്ക് വേറെ ഓർഗനൈസേഷനകത്തെ റിപ്പോർട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇൻ്റർഫേം കമ്പാരിസൺ പറ്റണം. അതുപോലെ നോക്കിയേ, ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫ്രം വൺ പീരീഡ് ടു അനദർ, ദാറ്റ് ഈസ് ഇൻട്രാഫേം കമ്പാരിസൺ. ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ ഏതാണ്? രേഖാസ് ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ രേഖാസ് ടെക്സ്റ്റൈൽസിനകത്ത് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഞാൻ എടുത്തു, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്തു, രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പയറബിലിറ്റിയുടെ കേസിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ്റർഫേം കമ്പാരിസണും ഉണ്ട്, ഇൻട്രാഫേം കമ്പാരിസണും ഉണ്ട്. ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ 2 ഓർഗനൈസേഷനുകളിലെ ഡാറ്റകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. എൻ്റെ ഓർഗനൈസേഷൻ രേഖാസ് ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ വേറൊരു ഓർഗനൈസേഷനായ കല്യാൺ ടെക്സ്റ്റൈൽസിലെ റിപ്പോർട്ടുകൾ തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കമ്പയർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫ്രം വൺ പീരീഡ് ടു അനദർ. എൻ്റെ ഓർഗനൈസേഷൻ്റെ തന്നെ ഈ വർഷത്തെ 1 പീരീഡ് അല്ലെങ്കിൽ വേറെ പീരീഡ്, ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തെയും അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകൾ തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അതിനെയാണ് എന്ത് പറയുന്നത്? കമ്പയറബിലിറ്റി. അപ്പോൾ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടി മക്കളതിനകത്ത് ഓർത്തിരിക്കണം. ടു അച്ചീവ് ദിസ്, ഇതിന് എന്ത് വേണം? ദ പീരീഡ്, ദ ഫോർമാറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. കമ്പയർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പീരീഡുകൾ, ഇപ്പം ഞാൻ ഒരു പീരീഡ് എന്ന് പറയുന്നത് 12 മാസമാണെന്ന്, 1 വർഷമാണെന്ന് വിചാരിക്കുക. കല്യാൺ സിൽക്സ് ഒരു പീരീഡ് എന്ന് പറയുന്നത് 1.5 വർഷമാണെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, വ്യത്യാസമില്ലേ? അപ്പോൾ ഇൻ്റർഫേം കമ്പാരിസൺ ആയാലും ഇൻട്രാഫേം കമ്പാരിസൺ ആണെങ്കിലും കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന പീരീഡ് ആയാലും ദെൻ ഫോർമാറ്റുകളായാലും യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാം പറയുന്നത് ഇപ്പോൾ കിലോഗ്രാമിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഇത് പറയുന്നത് അത് ലിറ്ററിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മില്ലി ലിറ്ററിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയറബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് രണ്ട് രീതിയിലുള്ള കമ്പാരിസൺ ഏതൊക്കെയാണ്? ഇൻ്റർഫോം കമ്പാരിസൺ, ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇൻ്റർഫോം കമ്പാരിസണും പറ്റണം, ഇൻട്രാഫോം കമ്പാരിസണും പറ്റണം. ഒന്നുകൂടി നോക്കിയത്, ഇറ്റ് മീൻസ് ദാറ്റ് ദ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ്. നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് വേറെ കമ്പനിയുടെ വേറെ ഫേംസ്, ഈ ഫേംസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനാട്ടോ, FIRMS, ഫേംസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനാണ്. നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് വേറെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിൻ്റെ അക്കൗണ്ടിങ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്, എൻ്റെ എൻ്റർപ്രൈസിൻ്റെ ഫ്രം വൺ പീരീഡ് ടു അനദർ. എൻ്റെ തന്നെ പല പീരീഡിൽ പല വർഷങ്ങളിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം? ഞാൻ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം, അതുപോലെ ഞാൻ കമ്പയർ ചെയ്യുന്ന എൻ്റെ തന്നെ ഓർഗനൈസേഷനിലെ കഴിഞ്ഞ വർഷത്തെ ആയാലും അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷനായാലും യൂസ് ചെയ്യുന്ന പീരീഡ് എന്ന് പറഞ്ഞാലും ഫോർമാറ്റ് എന്ന് പറഞ്ഞാലും യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആയിരിക്കണം. ഇപ്പം മക്കളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും ഉണ്ട്. കേട്ടാൽ മതി കേട്ടോ, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഉണ്ട്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും ഉണ്ട്. ഇപ്പം ഞാനും കല്യാൺ സിൽക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ കാണുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലും കല്യാൺ സിൽക്സ് കാണുന്നത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും ആണെങ്കിൽ ഞങ്ങളുടെ ഡിപ്രീസിയേഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഒരേ യൂണിറ്റ് അല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എടുക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ ഒരു വർഷം ഡിപ്രീസിയേഷൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ എടുത്തു, അതിൻ്റെ അടുത്ത വർഷം ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എടുത്തു, പിന്നെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എടുത്തു, അതിൻ്റെ അടുത്ത വർഷം ഞാൻ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എടുത്തു. അങ്ങനെ ഞാൻ തന്നെ മാറ്റി മാറ്റി എടുത്താൽ എനിക്ക് ഒരിക്കലും ഡിപ്രീസിയേഷൻ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ കമ്പാരിസൺ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ യൂസ് ചെയ്യുന്ന പീരീഡ് ആയാലും ഫോർമാറ്റ് ആയാലും യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആയാലും ഷുഡ് ബി ദ സെയിം. ഒരേപോലെ ആണെങ്കിൽ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെയും LKG പഠിക്കുന്ന ഒരു കുട്ടീനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൽ വ്യത്യാസമുണ്ട്. സോ കമ്പാരിസൺ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം എന്ത് തന്നെ ആയിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ട് മിസ് ഇത് പറയുന്നല്ലോ. സോ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേംസ് and should be able to compare the accounting information of an enterprise from one period to another. അതായത് അവിടെ കമ്പാരബിലിറ്റി രണ്ട് രീതിയിൽ നടക്കണം. ഇൻ്റർഫോം കമ്പാരിസണും ഉണ്ട്, ഇൻട്രാഫോം കമ്പാരിസണും ഉണ്ട്. ഇൻ്റർഫോം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഓർഗനൈസേഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം. ഇൻട്രാഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ പല പീരീഡുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. റിലയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. ഇല്ലേ, നമ്മുടെ മിസ്റ്റേക്കുകളോ അതുപോലെ തന്നെ ബയാസോ പാടില്ല. ഇറ്റ് ഷുഡ് ബി വെരിഫിബിൾ, ക്രെഡിബിൾ ആൻഡ് ന്യൂട്രൽ എന്ന് പറയാം. റെലവൻസിൽ എന്താ പറയുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി റെലവൻ്റ് ആണ്. ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, കറക്റ്റ് സമയത്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് എന്താ ഉദ്ദേശിച്ചത്? ദ റിസീവർ ഓഫ് ഇൻഫർമേഷൻ ഷുഡ് മീൻ ദ സെയിം തിങ് ആസ് വാസ് മെൻ ബൈ ദ സെൻഡർ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് എന്താണ് പറയുന്നത് അത് തന്നെ ആയിരിക്കണം റിസീവർ ആയിട്ടുള്ള ആൾക്കാരെ യൂസേഴ്സിനും മനസ്സിലാവേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയും അല്ലെങ്കിൽ റിപ്പോർട്ടും വേറെ ഓർഗനൈസേഷൻ്റെ ഡാറ്റയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എൻ്റെ ഓർഗനൈസേഷൻ്റെ ഡാറ്റ എനിക്ക് എൻ്റെ തന്നെ പല വർഷങ്ങളിലെ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അതിന് ഞാൻ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പീരീഡ് ആയാലും ഫോർമാറ്റ് ആയാലും മെത്തേഡുകളായാലും മെഷർമെൻറ്റുകളായാലും എല്ലാം സെയിം ആയിരിക്കണമെന്നാൽ മാത്രമേ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മക്കൾ ഇത് ജസ്റ്റ് കേൾക്കുക, അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 ഉണ്ട്, അതും കൂടി നോക്കുക. സെയിം തന്നെയാണ് കാര്യങ്ങൾ, വ്യത്യാസമൊന്നുമില്ല, കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചു പോവുക.